ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ 5 ഡോർ ഗൂർഖയും അതുപോലെ തന്നെ നമ്മുടെ മഹീന്ദ്ര താറും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ പോലത്തെ സംഭവമാണ്. ഇതിനകത്ത് നമ്മൾ ഗൂർഖ എടുക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും താർ എടുക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കമ്പയർ ചെയ്യും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താറിൻ്റെയും ഒരു പുതിയ മോഡൽ ഇനിയിപ്പം വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ശരിയല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ജസ്റ്റ് ഒരു രസത്തിനും കമ്പയർ ചെയ്യാം. കാരണം ഗൂർഖ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി 2020 മോഡൽ താർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ, ഫീച്ചേഴ്സോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഡിസൈനൊക്കെ നോക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ആദ്യം ഗൂർഖ തന്നെ എടുക്കാം. സോ ഇതിൻ്റെ ഡിസൈൻ ഒരു പരിധി വരെ വേണമെങ്കിൽ പറയാം. കാരണം താറിൻ്റെയും ലുക്കും ഒട്ടും മോശമല്ല, അത്യാവശ്യം നല്ല മാച്ച് ലുക്കാണ്. പക്ഷേ ഈ വണ്ടി കാണുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ജി വാഗൺ വൈബ്സ് ഒക്കെയാണ് മൊത്തത്തിൽ കിട്ടുന്നത്. പ്രത്യേകിച്ച് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ റിയർ പ്രൊഫൈലാണ് പിന്നെയും ഒരു പഴയ ടൈപ്പിലുള്ള ടെയിൽ ലാംപ്സിൻ്റെ ഒരു ഡിസൈൻ പോകുന്നത്. പക്ഷെ അല്ലാത്ത പക്ഷം എനിക്ക് താറിനേക്കാൾ കുറച്ചും കൂടെ കാണാൻ ഇഷ്ടം ഗൂർഖ തന്നെയാണ്, പ്രത്യേകിച്ച് ആ ഫ്രണ്ട് പ്രൊഫൈലും അതുപോലെ സൈഡ് പ്രൊഫൈലും. ഇനി ഡയമെൻഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂർഖ 5 ഡോറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതിന് നീളക്കൂടുതൽ തന്നെയായിരിക്കും. കാരണം 4390 മില്ലിമീറ്റേഴ്സിൻ്റെ ലെങ്ത് ഇതിന് വരുന്നുണ്ട്. താർ പക്ഷേ നമുക്കാകെ 3985 മില്ലിമീറ്റേഴ്സ് വരുന്നുള്ളൂ. പക്ഷേ അതേസമയം ഗൂർഖ 3 ഡോർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 3965 മില്ലിമീറ്റേഴ്സിൻ്റെ ലെങ്ത്താണ് അതിന് വരുന്നത്. അതായത് 20 മില്ലിമീറ്റേഴ്സ് ലെങ്ത് ഗൂർഖയ്ക്ക് കുറവാണ്. വിട്ട് 1865 മോഡലാണ് രണ്ട് വേരിയൻസിലും വരുന്നത്, 5 ഡോർ ആയാലും 3 ഡോർ ആയാലും. അത് കമ്പാരിറ്റീവ്ലി താറിനേക്കാൾ കൂടുതലാണ്, 45 mm ആണ് കൂടുതൽ വരുന്നത്. പിന്നെ നമുക്ക് ഹൈറ്റ് ഒബ്വിയസ്ലി സംശയമില്ലല്ലോ ഗൂർഖയ്ക്ക് തന്നെയാണ് കൂടുതൽ. 2270 mm ആണ് ഗൂർഖയുടെ ഹൈറ്റ്, 1855 mm ആണ് താറിൻ്റെ ഹൈറ്റ്. ഭയങ്കര വലിയ ഡിഫറൻസ് തന്നെയാണ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. വീൽ ബേസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗൂർഖയ്ക്ക് 3 ഡോറിന് കുറവാണ്, പക്ഷേ 5 ഡോറിന് വളരെ കൂടുതലാണ്. 2450 മില്ലിമീറ്റേഴ്സ് ആണ് നമ്മുടെ താറിൻ്റെ വീൽ ബേസ് 3 ഡോറിൻ്റെ. ഗൂർഖയുടെ 3 ഡോർ എടുക്കുകയാണെങ്കിൽ അതിനാകെ 2400 ഉള്ളൂ, അതായത് താറിനാണ് കൂടുതൽ. പക്ഷേ 5 ഡോറിൽ 2725 mm വീൽ ബേസ് വരുന്നുണ്ട്. ഇനി അടുത്ത ഗൂർഖയിൽ നമുക്ക് പറയാൻ പറ്റുന്ന 5 ഡോർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പേസ് കമ്പാരിറ്റീവ്ലി നല്ലതാണ്. പിന്നെ നമുക്ക് താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിൽ ഈവൻ 3 ഡോർ ആണെങ്കിൽ പോലും താറിൻ്റെ ബാക്കിൽ നമുക്ക് നോർമൽ സീറ്റ്സ് ആണ് കിട്ടുന്നത്, പക്ഷേ ഗൂർഖയുടെ ബാക്കിൽ നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് കിട്ടുന്നുണ്ട്. 3 ഡോർ ആണെങ്കിൽ 5 ഡോർ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് റോയിൽ കിട്ടുന്ന ബെഞ്ച് ടൈപ്പ് സീറ്റ്സ് ആണ്. പക്ഷേ അതേസമയം തേർഡ് റോയിലേക്ക് വരുമ്പോഴേക്കും അവിടെയാണ് നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് കിട്ടുന്നത്. പൊതുവേ നമ്മളങ്ങനെ തേർഡ് റോയിൽ ക്യാപ്റ്റൻ സീറ്റ്സ് കാണാത്തതാണ്. പക്ഷേ അത് ആക്ച്വലി എർഗണോമിക് വൈസ് കുറച്ചുകൂടി നല്ലതാണ്. കാരണം ബാക്കിലത്തെ ഡിക്കിയുടെ ഡോർ നമ്മൾ സൈഡ് വൈസ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ പറ്റും. നമ്മളല്ലാണ്ട് സീറ്റ് മടക്കി കഷ്ടപ്പെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്പേസ് ആവശ്യത്തിനുണ്ട്, ഭയങ്കര സ്പേസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. താറിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതലാണ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. പക്ഷേ കംഫർട്ട് കുറച്ചുകൊണ്ട് ബെറ്റർ ആണ് ഇത്തരത്തിലുള്ള നല്ല സീറ്റ്സ് ആയതുകൊണ്ട്. കംഫർട്ടിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയെ പറ്റി പറയേണ്ടത്. താറിൻ്റെ റൈഡ് ഭയങ്കര ബമ്പിയാണ്. പണ്ട് വളരെ വളരെ മോശമായിരുന്നു. ഈ പുതിയ ജനറേഷൻ വന്നപ്പോൾ അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു. പക്ഷേ എന്തായാലും ഗൂർഖയുടെ റൈഡാണ് ഇപ്പോഴും നമുക്ക് ബെഞ്ച് മാർക്കായിട്ട് വെക്കാൻ പറ്റുന്നത്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള റൈഡാണ്. നമ്മൾ ഈവൻ ലാഡർ ഫ്രെയിം ആയതുകൊണ്ട് പോലും ഈ വണ്ടിയുടെ റൈഡ് നമുക്കങ്ങനെ ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യില്ല. ഇങ്ങനെ പെട്ടെന്ന് ചാടുവോ അല്ലെങ്കിൽ ഒരു കുഴി ചാടി കഴിഞ്ഞാൽ നമ്മളൊക്കെ തെറിച്ച് പോകുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം സ്മൂത്താണ്. പിന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി അത്ര നല്ലതൊന്നുമല്ല. സോഫ്റ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനൊരു വേവറിങ് ഉണ്ടാവും. പക്ഷെ അത് പൊതുവെ ലാഡർ ഫ്രെയിം വണ്ടികൾക്ക് എല്ലാത്തിനുള്ളതാണ്. ഇനി നമുക്ക് ഫീച്ചേഴ്സിലേക്ക് പോകാം. ഗൂർഖ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പം എന്തോരം ഫീച്ചേഴ്സാണ് അഡീഷണൽ ഓഫർ ചെയ്യുന്നത് എന്നുള്ളതിൽ ആദ്യത്തെ കാര്യം പുതിയ 9 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആണ്. താറിൽ 7 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം ആണ് വരുന്നത്, പക്ഷെ അത് കമ്പനിയുടെ സ്വന്തം സാധനമാണ്. ഇത് പക്ഷേ അവർ ആൻഡ്രോയിഡ് ഇൻഫോടൈം സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫോഴ്സിൻ്റെ സ്വന്തമൊന്നുമല്ല, പുറത്തുനിന്ന് അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് മാനുവൽ ലോക്കിംഗ് ഡിഫറൻഷ്യൽ ലോക്കാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. നമ്മൾ ആ താഴെ കാണുന്ന ലിവർ വലിച്ച് മുകളിലേക്ക് ആക്കിയിട്ട് വേണം ലോക്ക് ചെയ്യാൻ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒറ്റ വ്യൂ മാത്രമേ ഉള്ളൂ, വ്യൂ മാറ്റാൻ പറ്റില്ല. താറിൽ നമുക്ക് വ്യൂ മാറ്റാൻ പറ്റുമെങ്കിലും അതിൻ്റെ MID സ്ക്രീനിൻ്റെ സൈസ് ചെറുതാണ്. പിന്നെ പറയാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ആംബ്രസ്റ്റ് അവൈലബിൾ ആണ്. അത് ഫ്രണ്ടിൽ മാത്രമല്ല, അവർ ഇപ്രാവശ്യം ബാക്കിലും കൂടി ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. താറിൽ അങ്ങനെ പ്രത്യേകിച്ച് ആംബ്രസ്റ്റ് സംഭവങ്ങളൊന്നും ബാക്കിലത്തെ കാര്യം നിങ്ങൾ മറന്നു വെക്കുക, ഫ്രണ്ടിൽ പോലും ഇപ്പോൾ വരുന്നില്ല. പക്ഷേ അത് 5 ഡോർ മോഡൽ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. കാരണം നമ്മൾ സ്പൈ പിക്സിലൊക്കെ കണ്ടതായിരുന്നു ആ സംഭവം. അതുപോലെ തന്നെയാണ് റിയർ AC വെൻസും. നമുക്കിപ്പോൾ ഗൂർഖ 5 ഡോർ ആയതുകൊണ്ടും ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ടും 3 റോസ് ഉള്ളതുകൊണ്ടൊക്കെ അവർ താങ്ക്ഫുള്ളി നമുക്ക് ബാക്കിൽ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. മുകളിലാണ് വെച്ചിരിക്കുന്നത്. 4 വെൻസാണ് അതിൻ്റെ അകത്തുള്ളത്. അതെന്തായാലും നന്നായി. ഇപ്പോൾ താറിന് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, കാരണം കോമ്പാക്റ്റ് ആണ്. 5 ഡോർ വരുമ്പോൾ മിക്കവാറും അതിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ലൈറ്റിംഗ് സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗൂർഖയുടെ ഫ്രണ്ടിൽ LED DRLs അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി LED ലൈറ്റ്സ് ആണ് വരുന്നത്. താറിൽ LED DRLs ഉണ്ടെങ്കിലും ലൈറ്റ്സ് ഒക്കെ ഇപ്പോഴും ഹാലജൻ ആണ്. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലസ് പോയിന്റ്സ് ആയിട്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. ആൻഡ് ഇപ്പം ഓവറോൾ ഗൂർഖയുടെ പ്ലസ് പോയിന്റ്സ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം താറിന് നമ്മൾ നോക്കേണ്ടി വരും. സോ നമുക്ക് താറിലേക്ക് ചാടാം. എന്തൊക്കെയാണ് താർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ആദ്യത്തെ കാര്യം ഞാൻ ഡിസൈനായിട്ട് പറയുന്നു. അതിപ്പം നിങ്ങളുടെ പേഴ്സണൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോയ്സ് ആണ്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏതിൻ്റെ ഡിസൈനാണ് കൂടുതൽ ഇഷ്ടം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയുക. പിന്നെ ഡയമെൻഷൻസ് ആണെങ്കിൽ 3985 മില്ലിമീറ്റേഴ്സ് ആണ് താറിൻ്റെ ലെങ്ത്ത്, 1820 mm ആണ് വിഡ്ത്ത് ആൻഡ് 1855 മില്ലിമീറ്റേഴ്സ് ആണ് ഹൈറ്റ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്തൊക്കെയാണ് കൂടുതൽ കുറവെന്നൊക്കെ നിങ്ങൾക്ക് ഗൂർഖയുടെ ആ ഒരു ഫസ്റ്റ് പാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും.
അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലസ് പോയിന്റ് പവറാണ്. ഇപ്പോൾ താർ എന്ന് പറയുമ്പോൾ ഇതൊരു ലാഡർ ഫ്രെയിം വാഹനമാണ്, ഇത്രയും വെയിറ്റ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും മഹീന്ദ്ര ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും കുറവ് കാണിച്ചിട്ടില്ല. നമുക്ക് ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്, പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്, ആൻഡ് അതിൻ്റെ പവറും വളരെ നല്ലതാണ്. ഇപ്പോൾ ഡീസൽ എടുക്കുകയാണെങ്കിൽ 130 bhp പവർ ഉണ്ട്, 300 Nm ടോർക്ക് ഉണ്ട്. പെട്രോൾ ആണെങ്കിലും 320 Nm ടോർക്ക് ഉണ്ട്. അതുപോലെ നമുക്ക് 150 bhp പവർ അവൈലബിൾ ആണ്. രണ്ടും ടർബോ ചാർജ് യൂണിറ്റ്സ് തന്നെയാണ്. ഗുർഖയുടെ പുതിയ മോഡലിൽ ഇപ്പോൾ വന്നതിൽ അവർ പവർ കൂട്ടിയിട്ടുണ്ട്, 138 bhp 320 Nm ടോർക്കും ഒക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ അത്ര ആക്കിയാൽ പോലും അത് കുറച്ച് പഴയ എഞ്ചിനാണ്, കുറച്ചല്ല വളരെ പഴയ എഞ്ചിനാണ്. 2.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഗുർഖയിൽ വരുന്നത്. ഇപ്പോഴും 0 to 100 എത്താൻ ഏകദേശം 20 സെക്കൻഡ്സിനടുത്തൊക്കെ വാഹനം എടുക്കും. പക്ഷെ അതേസമയം താറിൻ്റെ പെട്രോളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്, 11-12 സെക്കൻഡ്സിനടുത്തൊക്കെ 0 to 100 എത്തും. ഡീസൽ ആണെങ്കിലും അത്യാവശ്യം ഫാസ്റ്റാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം, നമുക്ക് താറിൽ ഓട്ടോമാറ്റിക് അതിൻ്റെ പുതിയ ജനറേഷൻ ഇറങ്ങിയപ്പോൾ തൊട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഗുർഖയിൽ ഇപ്പോഴും അവർ ഓട്ടോമാറ്റിക് കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് തോന്നുന്നു. ആൻഡ് അതിൻ്റെ മാനുവൽ ആണെങ്കിൽ പോലും ക്ലച്ച് അത്യാവശ്യം ഹാർഡാണ്. പിന്നെ ഗിയറിൻ്റെ ഒരു ഷിഫ്റ്റ് ക്വാളിറ്റി ഭയങ്കര റബ്ബറിയാണ്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. താറ് നമുക്ക് ഈസി ആയിട്ട് സിറ്റിക്കകത്തൂടെയൊക്കെ ഓടിച്ച് നടക്കാൻ പറ്റും. പക്ഷേ ഗുർഖയുടെ കേസിൽ മാനുവൽ ആയതുകൊണ്ടും കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതുകൊണ്ടും പിന്നെ അതിൻ്റെ പവർ ബാൻഡ് വളരെ നാരോ ആണ്. നമുക്ക് ഏകദേശം ഒരു 1200 മുതൽ 3000 RPM അടുത്ത് വരെയൊക്കെ അതിന് പവർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു RPM റേഞ്ചിൽ വണ്ടി മാക്സിമം പുഷ് ചെയ്ത് കളിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും പവർ റേഞ്ചിൽ നിൽക്കണമെങ്കിൽ ഗിയർ ഷിഫ്റ്റും അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ വേണ്ടി വരും. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പ്ലസ് പോയിന്റ് വരുന്നത് സർവീസും സെയിൽസിൻ്റെ ഔട്ട്ലെറ്റ്സും ആണ്. നമുക്ക് ഗുർഖയ്ക്ക് ഫോഴ്സിൻ്റെ അതേ സർവീസ് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവർ ഫോഴ്സിന് ഗുർഖയ്ക്ക് വേണ്ടി മാത്രം പുതിയൊരു സംഭവം തുടങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു സർവീസ് എക്സ്പീരിയൻസ് ഒക്കെ ഈവൻ മഹീന്ദ്രയുടെ അത്ര നല്ലതല്ല എങ്കിൽ പോലും ഫോഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലതായിരിക്കും. കാരണം ഫോഴ്സ് പൊതുവെ കമേഴ്ഷ്യൽ വാഹനങ്ങളാണ് കൂടുതലും വിൽക്കാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനം വാങ്ങേണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പ്രശ്നം ഉണ്ടാവും. അത്രേ ഉള്ളൂ, ജസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്, വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഈ വണ്ടിക്ക് അധികം മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല, പീരിയോഡിക് സർവീസ് ചെയ്താൽ മതിയാവും. വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് ഗുർഖ. ഓർ നമ്മുടെ ആ ഒരു എഞ്ചിൻ ആസച്ച് 2.6 ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ അവർ ഉപയോഗിച്ച് വരുന്ന എഞ്ചിനാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാം. ഗുർഖ ഇപ്പോൾ ഇറങ്ങിയ മോഡലാണ്, താർ വെച്ച് 2020 മോഡലാണ് എന്നുകൂടി ഓർക്കണം. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് താറിൽ ബെറ്റർ ഓഡിയോ സിസ്റ്റം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓഫ് റോഡിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്ന ഡിസ്പ്ലേ അവൈലബിൾ ആണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ. അതുപോലെ നമുക്ക് ബാക്കിൽ വരുന്നത് LED ടെയിൽ ലാംപ്സ് ആണ്. പിന്നെ ഡാഷ് ബോർഡിൻ്റെ ലേഔട്ട് നോക്കുകയാണെങ്കിൽ ഗുർഖയിൽ ഭയങ്കര ഓൾഡ് സ്കൂളാണ്. നമുക്ക് ഏകദേശം ഒരു കമേഴ്ഷ്യൽ വാഹനത്തിൻ്റേതായിട്ടുള്ള ഡിസൈൻ പോലെയൊക്കെ തോന്നും, പ്രത്യേകിച്ച് അതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ. പക്ഷേ താറിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു ലേഔട്ടിലാണ് അവരിത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 5 ഡോർ വരുമ്പോൾ അതിൻ്റെയും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തീർച്ചയായിട്ടും. ഈ 5 ഡോറിനെ പറ്റി ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്ന സ്ഥിതിക്ക് നമുക്ക് 5 ഡോറിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. സോ ഇതിൻ്റെ അകത്ത് തീർച്ചയായും അവർ LED ഹെഡ് ലാംപ്സ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അലോയ് വീൽസിൻ്റെ സൈസ് 18 നിന്ന് 19 ഇഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ താറിലും ഗുർഖയിലും 2 18 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിനകത്ത് ഇപ്പോൾ സ്പൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഇൻക്രീസ് ഉണ്ടാവും. പക്ഷേ ഇത് 7 സീറ്റർ ആണെന്നൊന്നും പറയുന്നില്ല, മിക്കവാറും 5 സീറ്റർ ആയിരിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അതാണ് ആക്ച്വലി നല്ലത്. കാരണം സെക്കൻഡ് റോയിൽ സ്പേസ് മാനേജ്മെൻറ്റ് അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിൽ പോലും ഫ്രണ്ടിൽ ആംബ്രസ്റ്റ്, ബാക്കിൽ ആംബ്രസ്റ്റ്, അങ്ങനെ കുറേ ഇമ്പ്രൂവ്മെൻറ്റും വരും. പിന്നെ നമുക്ക് XUV 700ലും സ്കോർപ്പിയനിലും ഒക്കെ കണ്ട ആ സെയിം ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീൽ അവർ കൊടുത്തിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആവും. അങ്ങനെയും കൂടെ ആയിക്കഴിഞ്ഞാൽ താറ് പിന്നെ നമുക്ക് ഏതിലേ വേണമെങ്കിലും ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. ഇപ്പോൾ വരുന്ന ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് കുറച്ച് ടൈറ്റാണ് സിറ്റിക്കകത്തൂടെയൊക്കെ ഓടിക്കുമ്പോൾ. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് സ്കോർപ്പിയൻ്റെയും XUVയുടെ ഒക്കെ നമുക്കറിയാലോ, ഭയങ്കര ലൈറ്റ് സ്റ്റിയറിംഗ് വീലാണ്. അത് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ലൈറ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും ഓടിക്കാനായിട്ട്. ഇനി പ്രൈസിൻ്റെ കമ്പാരിസൺ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും, പക്ഷേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഫോഴ്സ് ഇതുവരെ ഗുർഖ 3 ഡോറിനെയും 5 ഡോറിനെയും പുതിയ മോഡലിന് പ്രൈസ് പറഞ്ഞിട്ടില്ല. മിക്കവാറും 16-17 ലാക്സിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും ചാൻസ് ഉണ്ട്. പിന്നെ താറിൻ്റെ 5 ഡോർ വരുമ്പം അതിൻ്റെയും പ്രൈസ് നല്ല ഹൈ ആയിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.